ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റോഷി അഗസ്റ്റിൻ, കെ ജയചന്ദ്രൻ, എ രാജ, കെ സലീംകുമാർ എന്നിവരാണ് രാവിലെ 11 മണിക്ക് അതാത് മണ്ഡലങ്ങളിലെ വരണാധികാരികൾക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വിവരങ്ങളുമായി അഖിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഇടതുമുന്നണിക്ക് ഇന്ന് ജില്ലയിൽ തിരക്ക് പിടിച്ച ദിവസം, എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം കൂടിയാണല്ലേ? മറുഭാഗത്ത് എന്താണ് UDF ക്യാമ്പിലെ സ്ഥിതി, NDA ക്യാമ്പിലെ സ്ഥിതി എന്താണ്? മറ്റു കാര്യങ്ങൾ സമഗ്രമായി. മനു, തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ദിവസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5-ൽ 4 സ്ഥാനാർത്ഥികൾ, ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അത്തരത്തിൽ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ 5 മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ അവസാനിച്ചു. അവസാനിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 11 മണിക്ക് 5-ൽ 4 സ്ഥാനാർത്ഥികളും, അതായത് കെ ജയചന്ദ്രൻ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിയായ കെ ജയചന്ദ്രൻ നെടുങ്കണ്ടത്ത് താലൂക്ക് ഓഫീസിലും, അടിമാലിയിലെ സ്ഥാനാർത്ഥിയായ എ രാജ അടിമാലി ദേവികുളത്ത് സബ് കളക്ടർക്കും, ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിൻ ഇടുക്കി കളക്ടറേറ്റിലും, അതുപോലെ തന്നെ പീരുമേടിലെ സ്ഥാനാർത്ഥിയായ കെ സലീംകുമാർ പീരുമേട് താലൂക്ക് ഓഫീസിലും ഇന്ന് നിലവിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുക. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. രാവിലെ 11 മണിക്കാണ് 4 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കുക. ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിൻ ഇടുക്കി ഡാമിൻ്റെ വഴികാട്ടിയായ കൊലുമ്പൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതേപോലെ തന്നെ പീരുമേട്ടിലെ സ്ഥാനാർത്ഥിയായ കെ സലീംകുമാർ മുൻ MLA കൂടിയായ വാഴൂർ സോമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കെട്ടിവെക്കാനുള്ള നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കാനുള്ള തുക വാഴൂർ സോമൻ്റെ ഭാര്യ കെ സലീംകുമാറിന് കൈമാറും. ഇത്തരത്തിലാണ് നിലവിൽ നാമനിർദ്ദേശ പത്രികയുടെ വിവരങ്ങൾ. കൂടാതെ 5ാമത്തെ മണ്ഡലമായ തൊടുപുഴയിലെ സ്ഥാനാർത്ഥിയായ സിറിയക് ചാഴികാടൻ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ജില്ലയിലെ പൊതുചിത്രത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ 5 പേരും ആദ്യഘട്ട പ്രചരണ പരിപാടികൾ ഊർജിതമായിരുന്നു. അത് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അവർ ആദ്യഘട്ടമായി വീടുകളിൽ എത്തി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അവസാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ മണ്ഡലം കൺവെൻഷനുകൾ ഇടുക്കി ജില്ലയിൽ ആരംഭിക്കും. ആദ്യത്തെ മണ്ഡലം കൺവെൻഷൻ പീരുമേട്ടിൽ സ്വരാജ്, കെ സലീംകുമാറിൻ്റെ മണ്ഡലമായ പീരുമേട്ടിൽ സ്വരാജ് എത്തി രാവിലെ 10 മണിക്ക് നടക്കും. ഉച്ചയ്ക്ക് ശേഷം നെടുങ്കണ്ടം മണ്ഡലത്തിലെ ബിനോയ് വിശ്വം വൈകിട്ട് 4 മണിയോടുകൂടി കെ ജയചന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിനോയ് വിശ്വം ജില്ലയിലെത്തും. ജില്ലയിലെ ആദ്യത്തെ 2ാമത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ഇത്തരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് UDF ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF ക്യാമ്പിൽ ഒരുവിധം അസംതൃപ്തികൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാലും പൂർണ്ണമല്ല. കാരണം ജില്ലയിൽ സീറ്റുകൾക്കായി വലിയ രീതിയിലുള്ള പിടിവലി നടന്നിരുന്നു. അവസാന നിമിഷങ്ങൾ വരെ അട്ടിമറി നടന്നിരുന്നു. ഇടുക്കി സീറ്റിലടക്കം ജോയി വെട്ടിക്കുഴിയാണ് ആദ്യം മുതൽ സീറ്റ് ഏറ്റെടുക്കണമെന്നും സീറ്റ് കോൺഗ്രസിന് വേണമെന്നും ഉള്ള വാദം ഉന്നയിച്ചത്. UDFിൻ്റെ ചെയർമാനാണ്, കട്ടപ്പന നഗരസഭയുടെ ചെയർമാനാണ്, കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹമാണ് ആദ്യം തന്നെ ജില്ലയിലെ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ പക്കൽ നിന്നും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് 2ാമത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ റോയ് കെ പൗലോസ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാവുന്നു. ഉടുമ്പൻചോലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടുമ്പൻചോലയിൽ ആദ്യം പേര് പറഞ്ഞു കേട്ടിരുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടെയായ മിനിമോളുടെ ആയിരുന്നു. എന്നാൽ അവിടെയും അവസാന നിമിഷം മറ്റൊരു അട്ടിമറി ഉണ്ടാകുന്നു. സേനാപതി വേണു സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നു. ഇത്തരത്തിൽ ജില്ലയിൽ ആകമാനം UDFിൽ തർക്കങ്ങളും രൂക്ഷമാണ്. എന്നാൽ നിലവിൽ പരസ്യമായ തർക്കങ്ങളിലേക്ക് ഇത് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഭ്യന്തരമായ കലഹങ്ങളും തർക്കങ്ങളും ഇതുവരെ അവസാനിച്ചിട്ടില്ല, രൂക്ഷമായിരിക്കുകയാണ്. എന്നാൽ NDA ക്യാമ്പിലേക്ക് വരുമ്പോൾ NDA ക്യാമ്പിൽ നിലവിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. NDAയുടെ ഘടകകക്ഷിയായ 2020 ആണ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. തൊടുപുഴയിൽ 2020 സ്ഥാനാർത്ഥി ഇന്നലെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ ഉടുമ്പൻചോലയിലേക്ക് ചെന്നാൽ ഉടുമ്പൻചോലയിലെ BJP സ്ഥാനാർത്ഥിക്കും പ്രചരണം ആരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേരുള്ളയാളാണല്ലോ അല്ലേ 2020യുടെ സ്ഥാനാർത്ഥി. അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഫാഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലെ പേരില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് നിർത്തുക എന്നതാണ്. മനു, ജില്ലയിലെ 2020 സ്ഥാനാർത്ഥിയുടെ തൊടുപുഴ മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ്. കാരണം 2020 ആളെ കണ്ടുപിടിച്ചിരിക്കുന്നത് പലതവണ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിരിക്കും പല തെരഞ്ഞെടുപ്പുകളിലും സ്വതന്ത്രനായി മത്സരിച്ച് തഴക്കവും പഴക്കവും വന്നൊരാളെയാണ് നിലവിൽ 2020 സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തൊടുപുഴയിലെ പ്രധാനപ്പെട്ട വിവരം.